ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ക്രോംപ്ടൺ എയർ ഫ്രയറിൻ്റെ റിവ്യൂ ആയിട്ടാണ് കേട്ടോ. ഞാനിപ്പോൾ ഈ ഒരു എയർ ഫ്രയർ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഏകദേശം 6 മാസമായി. അപ്പം നമ്മൾ ഡീപ്പ് ഫ്രൈ ചെയ്യുന്ന ഐറ്റംസൊക്കെ ഉണ്ടല്ലോ, അതുപോലെയൊക്കെയുള്ള ഐറ്റംസ് മീൻസ് ചിക്കന്, അതുപോലെ സ്നാക്സൊക്കെ ഉണ്ടാക്കൂലേ, അങ്ങനെയുള്ള ഐറ്റംസൊക്കെ നമുക്ക് സൂപ്പറായിട്ട് ഓയിൽ ഫ്രീ ആയിട്ട് നമുക്കിതിൽ കുക്ക് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റ് തന്നെ നമുക്ക് കിട്ടും. ഓയിൽ ഫ്രീ ആണെന്ന് വെച്ചിട്ട് ടേസ്റ്റിന് യാതൊരു കോംപ്രമൈസും ഇല്ല കേട്ടോ. ഞാനിതിൽ ചിക്കന്, ഫിഷ്, അതുപോലെ സ്നാക്സ് ഐറ്റംസ്, എന്തിന് നമ്മൾ ഡീഫ്രോസ്റ്റ് ചെയ്യുന്ന ഐറ്റംസ് വരെ ഇല്ലേ, ഇപ്പോൾ ഫ്രീസറിന് എടുത്ത് വെച്ചിട്ടുള്ള അതിന് വരെ ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. ഭയങ്കര ഉപകാരപ്രദമായിട്ടുള്ള ഒരു എയർ ഫ്രയർ ആണ് കേട്ടോ ഇത്. ഈ ഒരു എയർ ഫ്രയറിൻ്റെ കപ്പാസിറ്റി വന്നിട്ട് 4.5 ലിറ്റർ ആണ് കേട്ടോ. അതുപോലെ വാട്ടേജ് 1500 വാട്ട്സ് ആണ്. വോൾട്ടേജ് ആണെങ്കിൽ 230 വോൾട്ട് ആണ് കേട്ടോ. അതുപോലെ ഇതിൻ്റെ മാക്സിമം ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 200 ഡിഗ്രി ആണ് കേട്ടോ. 80 ഡിഗ്രി ടു 200 ഡിഗ്രി ആണ്. മിനിമം 80 ഡിഗ്രിയും അതുപോലെ മാക്സിമം 200 ഡിഗ്രിയാണ്. അതുപോലെ മാക്സിമം ടൈമർ എന്ന് പറയുന്നത് 60 മിനിറ്റും ആണ് കേട്ടോ. അപ്പോൾ ഇതാ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഫുൾ വ്യൂ ഉള്ളത് ഈ ഒരു എയർ ഫ്രയറിൻ്റെ. ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് ബ്ലാക്ക് ആൻഡ് സിൽവർ കളറിൽ വരുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്കിതിനെപ്പറ്റി കൂടുതൽ അറിയാം. അപ്പം ഇതാണ് നമ്മുടെ ഈ ഒരു എയർ ഫ്രയറിൻ്റെ കൺട്രോൾ പാനൽ കേട്ടോ. ഈ ഒരു ഭാഗത്തായിട്ട് നമുക്കിതിൻ്റെ ടെമ്പറേച്ചർ സെറ്റ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഞാൻ പറഞ്ഞല്ലോ മിനിമം 80 ഡിഗ്രിയിലാണ് വരുന്നത്, മാക്സിമം 200 ഡിഗ്രിയിലുമാണ് കേട്ടോ. അതുപോലെ ഇതാ ഇപ്പുറത്തെ സൈഡിൽ ഇതിൻ്റെ ടൈമറും ആണ് കേട്ടോ. ടൈമർ വരുന്നത് നമുക്ക് 60 മിനിറ്റ് വരെയാണ് കേട്ടോ. 1 മിനിറ്റ് ടു 60 മിനിറ്റ് വരെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പം ഈ രണ്ട് ഇതിലാണ് കേട്ടോ ടൈമറും അതുപോലെ ടെമ്പറേച്ചറും വരും. അതുപോലെ ഈ ഒരു ബട്ടണാണ് ഇതിൻ്റെ പവർ ബട്ടണ്. അതുപോലെ നമുക്കിതാ ഇതുപോലെ പ്രീസെറ്റ് മെനു ഉണ്ട്. ഏകദേശം 8 പ്രീസെറ്റ് മെനു ഉണ്ട്. ഇത് ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള മെനു ആണ്. അതായത് ഓട്ടോമാറ്റിക്കലി നമ്മൾ ഏത് ഐറ്റം ആണോ കുക്ക് ചെയ്യുന്നത്, അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇത് നമ്മൾ ഫസ്റ്റിൽ കാണുന്നത് കപ്പ് കേക്ക്, അതുപോലെ പിസ്സ, സ്വിസ് റോള്, പിന്നെ നമുക്ക് ഫ്രഞ്ച് ഫ്രൈസ്, ചിക്കന്, ഫിഷ്, അതുപോലെ പ്രോൺസ്, അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള ഐറ്റം നമുക്കിതിൽ സെലക്ട് ചെയ്തിട്ട് ഈ ഒരു പവർ ബട്ടൺ ഓൺ ആക്കി കൊടുത്താൽ ഓട്ടോമാറ്റിക്കലി ആ ഒരു കുക്കിംഗ് ടൈമും അതുപോലെ ടെമ്പറേച്ചറും അവിടെ സെറ്റ് ആവട്ടെ. അപ്പോൾ ആ ഒരു ടൈം കഴിയുമ്പം ഓട്ടോമാറ്റിക്കലി അത് ഓഫ് ആവുകയും ചെയ്യും. പിന്നെ നമ്മൾ ഫ്ലിപ്പ് ചെയ്യേണ്ട ഐറ്റംസ് ഒക്കെ ഉണ്ടാവില്ല, അതായത് മറിച്ചിട്ട് കൊടുക്കേണ്ട ഐറ്റംസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ പകുതി ടൈം കുക്കാകുമ്പോൾ മീൻസ് നമ്മളിപ്പോൾ ഒരു 20 മിനിറ്റാണ് നമ്മൾ ടൈമർ സെറ്റ് ചെയ്തതെന്ന് വിചാരിക്കുക. അപ്പോൾ ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ അതൊന്ന് ഫ്ലിപ്പ് ചെയ്ത് കൊടുക്കണം കേട്ടോ. കാരണം ഇതിൻ്റെ മുകൾ ഭാഗത്താണ് ഇതിൻ്റെ കോയിൽ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ ചിക്കന്, ഫിഷ്, അങ്ങനെയുള്ള ഐറ്റംസൊക്കെ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുമ്പം ഒന്ന് ഫ്ലിപ്പ് ചെയ്ത് കൊടുക്കണം. ഇനിയിപ്പോൾ അതാ ഇതിൻ്റെ ഉൾഭാഗം ഈ ഒരു രീതിയിലാണ് കേട്ടോ ഉള്ളത്. ഇതുപോലെ 2 ബാസ്ക്കറ്റ് ആയിട്ടാണ് നമുക്കുള്ളത്. ഇതിപ്പോൾ 2 ബാസ്ക്കറ്റാണ് കേട്ടോ. ഈ ഒരു മുകളിലുള്ള ബാസ്ക്കറ്റ് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് എടുക്കാൻ കഴിയും. ഇതിലാണ് നമുക്ക് കുക്ക് ചെയ്യാനുള്ള ഐറ്റംസ് ഒക്കെ ഇട്ടെടുക്കുക. അപ്പോൾ അത് സെപ്പറേറ്റ് ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു ബാസ്ക്കറ്റ് റിലീസ് ബട്ടൺ ഉണ്ടോ, ഇതിൻ്റെ മുകളിലുള്ള ഈ ഒരു കവറിങ് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് നീക്കി കൊടുത്തിട്ട് ആ റിലീസ് ബട്ടണിൽ പ്രസ് ചെയ്തിട്ട് ഇങ്ങോട്ട് എടുത്താൽ സിമ്പിളായിട്ട് നമുക്കിത് രണ്ടും സെപ്പറേറ്റ് ആക്കി എടുക്കാം കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്കിത് ക്ലീൻ ചെയ്യാനും ഭയങ്കര എളുപ്പമാണ് കേട്ടോ. നമ്മൾ സാധാരണ ഓവനിലൊക്കെ വെച്ചിട്ടാണെങ്കിൽ ക്ലീൻ ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര ടാസ്ക്കാണ്. പക്ഷെങ്കിൽ ഈ ഒരു എയർ ഫ്രയറിൽ നമ്മൾ എന്ത് കുക്ക് ചെയ്തിട്ട് എടുക്കുകയാണെങ്കിലും ക്ലീൻ ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ്. അത് വലിയൊരു കാര്യമാണ് കേട്ടോ. അതുപോലെ ഇതിൻ്റെ ഉള്ളിലാണ്, ഈ ഒരു ബാസ്ക്കറ്റിൻ്റെ ഉള്ളിലാണ് നമുക്ക് കുക്ക് ചെയ്യാനുള്ള ഐറ്റംസ് ഒക്കെ വെച്ച് കൊടുക്കുക. ഇതിൽ വെച്ച് കൊടുത്തിട്ട് നമുക്ക് ഓയിൽ വേണം എന്നുണ്ടെങ്കിൽ മാത്രം ഒന്ന് എന്താ പറയുക, ഒന്ന് ജസ്റ്റ് ഒന്ന് അതിൻ്റെ മുകളിലായിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഒരുപാട് ഓയിലിൻ്റെ ആവശ്യമൊന്നും, തീരെ ഓയിലിൻ്റെ ആവശ്യമില്ല. ഇപ്പോൾ നമുക്ക് ടേസ്റ്റിന് വേണ്ടിയിട്ട് വേണമെങ്കിൽ മാത്രം യൂസ് ചെയ്താൽ മതി. എന്നിട്ട് ഇതുപോലെ ജസ്റ്റ് അങ്ങോട്ട് ഇൻസേർട്ട് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഈ ഒരു എയർ ഫ്രയറിൻ്റെ ബാസ്ക്കറ്റ് കറക്റ്റായിട്ട് വെച്ചാൽ മാത്രമേ നമുക്ക് ഈ ഒരു എയർ ഫ്രയർ ഓൺ ആവുള്ളൂ. അതുപോലെ ഓൺ ആവാൻ മീൻസ് നമ്മൾ ടൈമർ സെറ്റ് ചെയ്തിട്ട് ഈ ഒരു പവർ ബട്ടൺ ഓൺ ആക്കി കൊടുത്താൽ മാത്രമേ ഇതിൻ്റെ ഫങ്ഷനിങ്ങും തുടങ്ങുള്ളൂ കേട്ടോ. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുക. ഇനിയിപ്പോൾ പ്രീസെറ്റ് മെനു അല്ല, നമുക്ക് വേണ്ടിയിട്ടുള്ള ഒരു ടൈമറും ടെമ്പറേച്ചറും സെറ്റ് ചെയ്തിട്ട് അങ്ങനെ ഓണാക്കി വെക്കാം കേട്ടോ.
അതുപോലെ ഇതാ നമ്മുടെ ഇതിൻ്റെ കൂടെ ഈ ഒരു എയർ ഫ്രയറിൻ്റെ കൂടെ ഇതുപോലെ ഒരു റെസിപ്പി ബുക്കും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് എയർ ഫ്രയറിൽ കുക്ക് ചെയ്യാൻ അറിയാത്തവരാണെങ്കിലും പേടിക്കേണ്ട, അതിൽ ഒരുപാട് റെസിപ്പീസ് കൊടുത്തിട്ടുണ്ട്. ഏകദേശം 20 റെസിപ്പീസ് വരെ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതായത് ക്രാക്കർ, അതുപോലെ മക്കാന, കബാബ്, സ്പ്രിംഗ് റോൾസ്, ഗാർലിക് ഡിപ്പ്, റോസ്റ്റഡ് ചിക്കന്, അതുപോലെ ഫിഷ് ഫിംഗേഴ്സ്, ഓട്സ്, വാൾനട്ട്, ഗ്രാനോള, അങ്ങനെ ഒരുപാട് റെസിപ്പീസ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. റെസിപ്പീസ് മാത്രമല്ല, അതിൻ്റെ പ്രിപ്പറേഷൻ ടൈം, അതുപോലെ ബേക്കിംഗ് ടൈം, അതുപോലെ എന്താ പറയുക, ഇൻഗ്രീഡിയൻസ്, എങ്ങനെയാണ് അതിൻ്റെ ഓപ്പറേഷൻ ഒക്കെ അതിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി എയർ ഫ്രയറിൽ ഒന്നും ചെയ്യാനറിയാത്തവരും ഇത് വാങ്ങിയാൽ കുഴപ്പമില്ല കേട്ടോ. ഇതിലെല്ലാ മെത്തേഡും ഇതിൽ കൊടുത്തിട്ടുണ്ട്, ഇൻഗ്രീഡിയൻസ് കൊടുത്തിട്ടുണ്ട്, അതെങ്ങനെയാണ് ഉണ്ടാക്കുക കൊടുത്തിട്ടുണ്ട്, എങ്ങനെയാണ് കുക്ക് ചെയ്യാമെന്നും കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇനിയിപ്പോൾ പ്രീ ഹീറ്റ് ചെയ്യേണ്ടതായിട്ടാണെങ്കിൽ അതും പ്രത്യേകം മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പം ഈ ഒരു റെസിപ്പി ബുക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര ഉപകാരമാണ് കേട്ടോ. നമ്മൾ എന്താ പറയുക, ഇപ്പം ഒരുപാട് ഒരു കപ്പ് എണ്ണയൊക്കെ യൂസ് ചെയ്യേണ്ട ഒരു ഐറ്റം ആണെങ്കിൽ നമുക്ക് ഒരു സ്പൂൺ എണ്ണ വരെ യൂസ് ചെയ്യാതെ നമുക്ക് ഈ ഒരു എയർ ഫ്രയറിൽ കുക്ക് ചെയ്തിട്ട് എടുക്കുക എന്നുള്ളതാണ് ഒരു പ്രത്യേകത. അറിയാലോ, ഇപ്പം നമ്മുടെ ലൈഫ് സ്റ്റൈലിനോട് വരുന്ന ഒരുപാട് രോഗങ്ങൾ ഉണ്ട്. അപ്പം അതിൽ കുറച്ചെങ്കിലും ഒരു ലിമിറ്റേഷൻസ് നമുക്ക് വെക്കാം. ഇതുപോലെ ഒരു എയർ ഫ്രയർ നമ്മുടെ കയ്യിലുണ്ടെന്ന് വെച്ചാൽ. അതുപോലെ എന്താ പറയുക, ചിക്കനൊക്കെ ആണെങ്കിലും നമ്മൾ ഡീപ്പ് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഈ ഒരു എയർ ഫ്രയർ ഉണ്ടെങ്കിൽ നമുക്ക് ഇതിൽ തന്നെ ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ ഇതാ ഇതിൻ്റെ കൂടെ ഇതുപോലൊരു യൂസർ മാനുവലും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ എന്നെ കാണിക്കുന്നുണ്ട്, ഇതിൻ്റെ വാർഡ്സും കാര്യങ്ങളും ഒക്കെ ഇതിൽ കാണിക്കുന്നുണ്ട്. അതുപോലെ ഇതാ ഇതിൻ്റെ ഓരോ പാർട്സും ഇതിൽ കാണിക്കുന്നുണ്ട്. അതുപോലെ നമ്മളിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ റെസിപ്പി ബുക്ക് ഉണ്ട് ഇതിൻ്റെ കൂട്ടത്തിൽ എന്നുള്ളത്. ഇനിയിപ്പോൾ അതാ റെസിപ്പി ബുക്കിൽ ഓരോ റെസിപ്പീസാണ് നമ്മളിതിൽ കാണിക്കുന്നത് വെച്ചാൽ ഇതിൽ ഓരോ ഐറ്റംസിൻ്റെയും കുക്കിംഗ് ടൈം സെപ്പറേറ്റ് തന്നെ ഇതിൽ കാണിക്കുന്നുണ്ട്. അതായത് ഇതിലിപ്പോൾ കണ്ടോ, പൊട്ടാറ്റോ ഫ്രൈസ് തന്നെ തിൻ ഫ്രോസൺ ഫ്രൈസിൻ്റെതും, അതുപോലെ തിക്ക് ഫ്രോസൺ ഫ്രൈസിൻ്റെതും, അതുപോലെ പൊട്ടാറ്റോ ഗ്രേറ്റിൻ്റെതൊക്കെ സെപ്പറേറ്റ് തന്നെ കാണിക്കുന്നുണ്ട്. അതുപോലെ പ്രീ ഹീറ്റ് ചെയ്യേണ്ടതാണെങ്കിൽ അങ്ങനെ പറയുന്നുണ്ട്, ടെമ്പറേച്ചർ പറയുന്നുണ്ട്, ടൈം പറയുന്നുണ്ട്. അതുപോലെ നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ ഷേക്ക് ചെയ്ത് കൊടുക്കണോ, അതുപോലെ ഫ്ലിപ്പ് ചെയ്ത് കൊടുക്കണോ, അതൊക്കെ ഇതിൽ പറയുന്നുണ്ട്. ഒരു എന്താ പറയുക, ഒരു മിനി ഓവൻ്റെ എല്ലാ ഫങ്ഷനിങ്ങും ഉള്ള ഒരു എയർ ഫ്രയർ ആണ് കേട്ടോ ഈ ഒരു ക്രോംപ്ടൺ എയർ ഫ്രയർ എന്ന് പറയുന്നത്. അപ്പം ഇത് വാങ്ങിയാൽ നമ്മൾ ഓവൻ വെച്ചിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാം, അതിൽ ഒരുവിധം സംഭവങ്ങളൊക്കെ ഇതിൽ ചെയ്യാം കേട്ടോ. ഗ്രില്ല് ചെയ്യാം, അതുപോലെ ബേക്ക് ചെയ്യാം, ഫ്രൈ ചെയ്യാം, അങ്ങനെ ഡീഫ്രോസ് ചെയ്യാം, അതുപോലെ ഹീറ്റ് ചെയ്യുക, പ്രീ ഹീറ്റ് ചെയ്യില്ലേ, അതൊക്കെ ചെയ്യാം കേട്ടോ. നമുക്ക് റീകുക്ക് ചെയ്യുന്ന ഐറ്റംസ് അങ്ങനെയൊക്കെ ഇല്ലേ, അതൊക്കെ നമുക്ക് ഈ ഒരു എയർ ഫ്രയർ വെച്ചിട്ട് തന്നെ ചെയ്യാം. അപ്പോൾ നല്ല ഉപകാരം ഉണ്ട് കേട്ടോ. മെയിനായിട്ട് ഞാൻ പറയുകയാണ്, നമ്മൾ ഒരുപാട് ഓയിൽ വെച്ചിട്ട് ഡീപ് ഫ്രൈ ചെയ്യുന്ന ഐറ്റംസൊക്കെ ഇതിൽ സിമ്പിളായിട്ട് ഒരു തുള്ളി എണ്ണ യൂസ് ചെയ്യാതെ നമുക്ക് ചെയ്തെടുക്കാം. നല്ല ഉപകാരമുള്ളൊരു എയർ ഫ്രയറാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഈ ഒരു എയർ ഫ്രയറിൻ്റെ റിവ്യൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്പെടുമെന്ന് തോന്നുകയാണെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കണ്ട. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാനും മറക്കണ്ട കേട്ടോ. അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾ വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യുന്ന ശതമാനം വളരെ കുറവാണ്, അപ്പം അത് മറക്കാതെ ഒന്ന് ചെയ്യണം. അപ്പം വീണ്ടും ഇതുപോലെയുള്ള നല്ല വീഡിയോ ആയിട്ട് വരുന്നത് വരയ്ക്കും. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.